നെഗറ്റീവ് നമ്പർ വരുന്നതാണ് അടുത്ത ഇൻ്റഗ്രൽ പവർ ഓഫ് ഐക്കകത്ത്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം, i⁻−19 എന്ന് വെച്ചോ. ഇവിടെ i⁻−19 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x⁻−a എന്ന് പറഞ്ഞാൽ 1/x⁻a എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ i⁻−19 നമുക്ക് 1/i⁻19 എഴുതാം. നമ്മൾ ആ തന്നിരിക്കുന്ന പവറിന് നേരെ നെഗറ്റീവ് ആണ്, താഴേക്ക് മാറ്റി എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, i⁻19 എങ്ങനെ എഴുതാം? 1/i × i⁻18 എന്ന് എഴുതാം അല്ലേ. ഇനി i⁻8 എന്താ മക്കളെ? 18 എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻2 × 9 എന്ന് എഴുതാം. ഈ 9 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ എന്ത് വരും? 1/i × -1 എന്ന് വരും. ഇനി 1/-i എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ 1/-i വരും. കാരണം വെച്ചാൽ i-യെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -i കിട്ടും. ഇനി 1/-i എന്താ? നമുക്ക് പോസിറ്റീവ് വരും. 1/-i ആണ്, ഓർത്ത് വയ്ക്കുക. 1/-i ആണെങ്കിൽ i-യും 1/i ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -i വരും. ഇതൊന്ന് കോളം വരച്ച് ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ നേരെ കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. i⁻−39 എന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? 1/i⁻39 എന്ന് എഴുതും. ഇനി 1/i⁻39 i × i⁻38 എന്ന് എഴുതണം. ഇനി 1/i × i⁻13 എങ്ങനെ എഴുതാം? 2 × 19 എന്ന് എഴുതാം. ഈ 2 × 19 38. ഈ 19-നകത്ത് 19 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/i × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-i എന്ന് വരും. 1/-i എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-i എന്ന് പറഞ്ഞാൽ +i ആണ് നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. i⁻−14 എന്ന് വെച്ചു. i⁻−14 എങ്ങനെ എഴുതാം നമുക്ക്? 1/i⁻14 എന്ന് എഴുതാം. i⁻14. ഇനി i⁻14 എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈവൺ നമ്പർ. അപ്പോൾ അതിന് i എന്ന് എഴുതേണ്ട ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അതിനെന്ത് എഴുതാം? 1/i⁻2 × 20 എന്ന് എഴുതാം. 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് 1/1 വരും. 1/1 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. i⁻−15 എന്ന് വെച്ചോ. അപ്പോൾ എന്താ എഴുതാം? 1/i⁻15 എന്ന് വരും. i⁻15 നമുക്ക് എന്ത് എഴുതാം? 1/i⁻2 × 25 എന്ന് എഴുതാം. 25 ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ -1 വരും. അപ്പോൾ ആൻസർ ഈസ് -1 വരും. നമുക്ക് ആദ്യമേ ഓഡ് നമ്പർ ആണെങ്കിലാണ് അത് ഐയുടെ രൂപത്തിലേക്ക് ആൻസർ വരും. ആദ്യമേ ഈവൺ നമ്പർ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് 2 × ഒരു ഈവൺ നമ്പറാക്കി എഴുതാം, അല്ലെങ്കിൽ ഓഡ് നമ്പറാക്കി എഴുതാം. അപ്പോൾ ആൻസർ നേരിട്ട് നമുക്ക് 1ൻ്റെ രൂപത്തിലായിരിക്കും. ആ ഫസ്റ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ ഐയുടെ രൂപത്തിലും, ഫസ്റ്റ് ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ 1ൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇവിടെ നോക്കാം. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. i⁻−51. സിക്സ്ത് ക്വസ്റ്റ്യൻ i⁻−101. ഈ രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ.